രണ്ടേ രണ്ട് സിനിമകളുടെ പേര് പറഞ്ഞാൽ മതി. മലയാളി മനസ്സിൽ ഇന്നും കൊത്തിവച്ച ശില പോലെ ആ രൂപമുണ്ടാകും. സൗന്ദര്യത്തിന്റെ പൂർണ്ണ രൂപമെന്ന് അന്ന് ആരാധകർ വിശേഷിപ്പിച്ച വൈശാലിയിലെ നായിക. പിന്നീട് ഞാൻ ഗന്ധർവൻ എന്ന ചിത്രത്തിലും അതേ സൗന്ദര്യം ആരാധകരെ ആ സിനിമയിലേക്ക് പിടിച്ചിരുത്തി. വൈശാലിയിലെ പ്രധാന താരമായ വൈശാലിയായും ഞാൻ ഗന്ധർവനിലെ ഭാമയായും ഒക്കെ മലയാളി പ്രേക്ഷകർക്ക് മുന്നിലേക്കെത്തിയ സുപർണ ആനന്ദ് എന്ന നടി ഇപ്പോൾ എവിടെയാണ്? എന്തുകൊണ്ട് അഭിനയം നിർത്തി എന്നതൊക്കെ ആരാധകരിൽ എപ്പോഴും ഉണ്ടാകുന്ന ചോദ്യമാണ്. വർഷങ്ങൾക്ക് മുൻപ് റിമി ടോമി അവതരിപ്പിച്ച ഒന്നും ഒന്നും മൂന്ന് സീസൺ 3 എന്ന ഷോയിലാണ് സുപർണയെ അവസാനമായി പ്രേക്ഷകർ കണ്ടത്. വൈശാലിയിൽ ഋഷിശൃംഖല എത്തിയ നടനും സുപർണയുടെ മുൻ ഭർത്താവുമായ സഞ്ജയ് മിത്രയും ഷോയിൽ അന്ന് പങ്കെടുത്തിരുന്നു. ഇപ്പോഴിതാ സുപർണയുടെ പുതിയ ചിത്രങ്ങൾ സോഷ്യൽ മീഡിയയിൽ വീണ്ടും വൈറലാകുന്നു. പ്രായത്തിൻ്റെതായ ചില ശാരീരിക മാറ്റങ്ങൾ മാറ്റി നിർത്തിയാൽ ഇന്നും സൗന്ദര്യത്തിന് യാതൊരു കുറവുമില്ല. ആരെയും ആകർഷിക്കുന്ന കണ്ണുകൾ തന്നെയാണ് പുതിയ ചിത്രത്തിലെ ഏറ്റവും വലിയ ആകർഷണവും. നമ്മുടെ വൈശാലി എന്ന് പറഞ്ഞ നിരവധി കമന്റുകളും ചിത്രത്തിന് താഴെ വരുന്നുണ്ട്. ബാലതാരമായി അഭിനയ ലോകത്തേക്ക് വന്ന സുപർണ നായികയായി അഭിനയിച്ച ആദ്യത്തെ സിനിമയാണ് വൈശാലി. അതിനുശേഷം ഹിന്ദിയിലും കന്നഡയിലും തെലുങ്കിലുമൊക്കെയായി നിരവധി ചിത്രങ്ങൾ ചെയ്തു. വൈശാലിക്കും ഞാൻ ഗന്ധർവനും പുറമെ വിറ്റ്നസ്, ഉത്തരം, നഗരങ്ങളിൽ ചെന്ന് രാപ്പാർക്കാം പോലുള്ള സിനിമകളും സുപർണ മലയാളത്തിൽ ചെയ്തിട്ടുണ്ട്. 1997 സഞ്ജയ് മിത്രയെ വിവാഹം ചെയ്തതിനു ശേഷമാണ് സുപർണ അഭിനയത്തിൽ നിന്ന് വിട്ടുനിന്നത്. വൈശാലിയിലെ ഋഷ്യശൃംഖരുമായുള്ള ആ ചേർച്ചയെപ്പറ്റി എന്നും മലയാളികൾ ഓർത്തിരുന്നു. ആ ചിത്രം കാണുമ്പോൾ ഇവർ ജീവിതത്തിലും യഥാർത്ഥത്തിൽ ഒന്നിച്ചിരുന്നെങ്കിൽ എന്നും എല്ലാ മലയാളികളും ഓരോ പ്രേക്ഷകരും ആഗ്രഹിച്ചിരുന്നു. ആ ആഗ്രഹങ്ങളൊക്കെ അറിഞ്ഞ പോലെയാണ് അവർ ജീവിതത്തിൽ ഒന്നിച്ചതും. എന്നാൽ ആ ജീവിതം ഒരുപാട് കാലമൊന്നും മുന്നോട്ട് പോയില്ല. വലിയ സ്നേഹത്തോടെ തന്നെയാണ് ഇവർ പിരിഞ്ഞത്. 1997 സഞ്ജയ് മിത്രയെ വിവാഹം ചെയ്തതിനു ശേഷമാണ് സുപർണ അഭിനയത്തിൽ നിന്നും മാറി നിന്നത്. പിന്നീട് താരം രണ്ട് മക്കളുടെ അമ്മയായി, സഞ്ജയുടെ കുടുംബിനിയായും ഭാര്യയായും ഒക്കെ മാറി. 2008 പരസ്പരം ഒത്തുപോകില്ല എന്ന് തിരിച്ചറിഞ്ഞപ്പോൾ ഇരുവരും വിവാഹബന്ധം വേർപെടുത്തി. എന്നാൽ ഇപ്പോഴും നല്ല സുഹൃത്തുക്കളാണ് ഇരുവരും. രണ്ടുപേരും മറ്റൊരു വിവാഹ ജീവിതത്തിലേക്ക് കടക്കുകയും ചെയ്തു. 2010 രാജേഷ് സൽവാനി എന്ന ഡൽഹി ബേസ്ഡ് ബിസിനസ്സുകാരനുമായുള്ള സുവർണയുടെ വിവാഹം കഴിഞ്ഞത്. ആദ്യ ബന്ധത്തിലെ രണ്ട് മക്കളും സുപർണയ്ക്കൊപ്പമാണ്. കുടുംബജീവിതവുമായി മുന്നോട്ടു പോവുകയാണ് നടി. താരത്തിന്റെ പുതിയ ചിത്രങ്ങളാണ് ഇപ്പോൾ സോഷ്യൽ മീഡിയയിൽ വൈറലായി മാറുന്നത്. എന്തൊക്കെ പറഞ്ഞാലും ഇച്ചിരി വണ്ണമൊക്കെ വച്ച് ഇത്തിരി ശരീരമൊക്കെ മാറി എങ്കിലും ഭാമയുടെ ആ കണ്ണുകളും ചിരിയും നുണക്കുഴിയും ഒന്നും മാറിയിട്ടില്ലെന്നാണ് ആരാധകർ പറയുന്നത്. എപ്പോഴും ഞാൻ ഗന്ധർവനിലെ ഭാമയോട് മലയാളികൾക്ക് എന്നും ഇഷ്ടമാണ്. മുത്തിനുള്ളിലൊളിക്കും പൂമാരൻ എന്ന പാട്ട് കേൾക്കുമ്പോൾ ആർക്കും ഭാമയുടെ ചിരിയാണ് ആദ്യം ഓർമ്മ വരുന്നത്. മലയാളത്തിൽ ഇത്രയും സൗന്ദര്യമുള്ള, ഇത്രയും സൗന്ദര്യത്തെ മനോഹരമായി, ഒരു സ്ത്രീ സൗന്ദര്യത്തെ മനോഹരമായി കാണിക്കുന്ന മറ്റൊരു ചിത്രം പിന്നീട് വന്നിട്ടില്ല എന്ന് പോലും നമുക്ക് തോന്നും.